വിദ്യാഭ്യാസം കൊടുക്കുന്നതിനോടൊപ്പം നല്ല ഇംഗ്ലീഷ് ലാംഗ്വേജ് കൊടുക്കണം എന്നുള്ള രീതിയിൽ ഒരു ഇംഗ്ലീഷ് മീഡിയം ആക്കി അതിനെ മാറ്റാൻ ശ്രമിക്കുകയും അതൊരു വലിയ കോലാഹലമായി ആ നാട്ടിനെ മുഴുവൻ ബ്രിട്ടീഷ് വൽക്കരിക്കുന്ന മൂരാച്ചി ബിസിനസ്സുകാരൻ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഒരു ഇതന്നെ ഉണ്ടായി. ഗോപാലേട്ടൻ പറഞ്ഞു, ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സ്കൂൾ വാങ്ങിയത്, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ കൊടുത്തിട്ട് സ്കൂളും സ്ഥലമൊക്കെ വാങ്ങിയത് ഈ നാട്ടിന് എന്തെങ്കിലും ചെയ്യാനാണ്. ആരും കേട്ടില്ല. എനിക്ക് തോന്നുന്നു ഡിസ്റപ്റ്റീവ് ഇന്നോവേഷൻ എന്നൊക്കെ നമ്മൾ മാനേജ്മെന്റ് ഭാഷയിൽ പറയാറുണ്ട്. അതാണ് ഒരുപക്ഷെ ഗോകുലം പബ്ലിക് സ്കൂളിന്റെ തുടക്കവും യഥാർത്ഥത്തിൽ. അപ്പൊ ഈ ധാരാളം അല്ലാത്ത സംഗതികളുണ്ട്. വെള്ളാപ്പള്ളിയായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ഏതായിരുന്നാലും ശ്രീനാരായണീയ പ്രസ്ഥാനം തുടങ്ങിയതൊക്കെ അതൊക്കെ രാഷ്ട്രീയ സാമൂഹിക പ്രശ്നങ്ങളാണ്. ഈ നിലപാടുകളിലെ കാർക്കശ്യം ഗോപാലേട്ടനുണ്ട്. വെട്ടിത്തുറന്ന് പറയുന്നു. ഒരു ബിസിനസ്സുകാരൻ ഒരിക്കലും സാധാരണ രീതിയിൽ ചെയ്യാറില്ല ഒരു സംഗതിയാണ്. ഗോപാലേട്ടൻ എന്ത് തോന്നുന്നു അത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തെ കുറിച്ച്? ഇപ്പോൾ ഇദ്ദേഹം ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം